അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യത്തിന് ഇതിനായിട്ട് ഞാനിവിടെ ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയ മുരിങ്ങയിലയാണ് എടുത്തിട്ടുള്ളത്. മുരിങ്ങയില ചർമ്മത്തിനും മുടിക്കും തിളക്കവും ആരോഗ്യം നൽകാനൊക്കെ സഹായിക്കും. മുരിങ്ങയിലയിൽ ധാരാളം ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ വിശപ്പ് കുറച്ച് ദഹനം മെച്ചപ്പെടുത്തി ശരീരഭാരം നിയന്ത്രിച്ച് നിർത്താനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ മലബന്ധം കുറയ്ക്കാനും വയറുവേദന, ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ട്, വീക്കം കുറയ്ക്കാനൊക്കെ സഹായിക്കും. കൊളസ്ട്രോളും BP ഒക്കെ കുറച്ച് ഹൃദയത്തിലെ രക്തത്തിന്റെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കും. അങ്ങനെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ഒരുപാട് സഹായിക്കും മുരിങ്ങയില കഴിക്കുന്നത്. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും ആരോഗ്യ ഗുണങ്ങൾ മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോ ഈ കൈപിടി നമ്മളിങ്ങനെ പിടിച്ചു നോക്കുന്ന സമയത്ത് ഒരു 5 കൈപിടി മുരിങ്ങയിലയാണ് എടുത്തിട്ടുള്ളത്. ഈ മുരിങ്ങയില തണ്ടിൽ നിന്നും ഊരി മാറ്റിയതിനു ശേഷം അതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിന്റെ ഈർപ്പമൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുള്ള മുരിങ്ങയിലയാണ്. ഈർപ്പം മാറ്റിയെടുക്കുക. ആദ്യം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു അരുവാല വെച്ച് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഒരു കോട്ടൺ ടവലിലോ അല്ലെങ്കിൽ ഒരു വലിയൊരു പാത്രത്തിലോ ഇട്ട് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഫാനിന്റെ കീഴിലോ അല്ലെങ്കിൽ തണലത്തോ വെച്ചിട്ട് അതൊന്ന് ഉണക്കിയെടുക്കുക, ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ദാ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് വൃത്തിയാക്കി ഉണക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ 5 കൈപ്പിടിയാണ് മുരിങ്ങയില എടുത്തിട്ടുള്ളത്. ഇത് റോസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മുരിങ്ങയില വേണ്ടത് അത്രയും എടുക്കുക. ധാരാളം ഫൈബറൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ മുരിങ്ങയിലെല്ലാം റോസ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ കയ്യിൽ പിടിച്ച് നോക്കുന്ന സമയത്ത് നല്ലതുപോലെ മൊരിഞ്ഞു വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ പരുവം. ഫ്ലെയിം കുറച്ചിട്ട് തന്നെ ഇത് വറുത്തെടുക്കുക. കണ്ടില്ലേ, കുറച്ചേ ഉള്ളൂ നമ്മൾ വറുത്തെടുത്തത്. കുറച്ചധികം ഇട്ടാൽ നമ്മൾ വറുത്ത് വരുന്ന സമയത്ത് കുറച്ചേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് നമുക്ക് ഈർപ്പൊക്കെ മാറിയിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാണ്, ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. 1/2 കപ്പ് ബദാമാണ് എടുത്തിട്ടുള്ളത്. 75 ഗ്രാം ബദാമാണ് എടുത്തിട്ടുള്ളത്. ബദാം കഴിക്കുന്നത് ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. ഹൃദയാരോഗ്യം വർദ്ധിപ്പിച്ച് നല്ല കൊളസ്ട്രോൾ കൂട്ടാനും അതുപോലെ തന്നെ പ്രമേഹം നിയന്ത്രിക്കാനും ശരീരഭാരം കുറച്ച് തലച്ചോറിന്റെയും എല്ലുകളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താൻ വളരെ നല്ലതാണ് ബദാം. കൂടാതെ ശരീരഭാരം കുറയ്ക്കുവാനും മുടിക്കും ചർമ്മത്തിനും ഒക്കെ നല്ലതാണ് ബദാം കഴിക്കുന്നത്. അതുപോലെ തന്നെ 1/2 കപ്പ് കശുവണ്ടിയും എടുത്തിട്ടുണ്ട്. ഇതും 75 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. കശുവണ്ടിയും ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. രക്തസമ്മർദ്ദം കുറച്ച് ഹൃദയരോഗങ്ങൾ തടയാൻ സഹായിക്കും. കശുവണ്ടിയിലെ പഞ്ചസാര കുറവാണ്. പ്രമേഹ രോഗം മാറാനും ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കാനും കണ്ണിന് കാഴ്ചശക്തി കൂട്ടാനും അതുപോലെ തന്നെ ചർമ്മത്തിന് തിളക്കവും മുടി നന്നായി വളരാനും 5-6 കശുവണ്ടി ദിവസം കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് 1/2 കപ്പ് പിസ്തയാണ് എടുത്തിട്ടുള്ളത്. പിസ്തയും ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. ഒട്ടുമിക്ക പോഷകങ്ങളും പിസ്തയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു പിടി പിസ്ത കഴിച്ചാൽ നമ്മുടെ വിശപ്പും മാറും. അതുവഴി അമിതഭാരം കുറയ്ക്കാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ ഉയർന്ന അളവിലുള്ള BP ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ്. BP കുറയും. എല്ലുകൾക്കും ജോയിൻസിനും നമ്മുടെ മസിലുകൾക്കും ഉണ്ടാകുന്ന നീർക്കെട്ടും വേദനയൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. ഇനി അടുത്തതായിട്ട് വേണ്ടത് പോഷകങ്ങളുടെ കലവറയായ നിലക്കടലയാണ്. അതും ഞാൻ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ അളവ് കപ്പില്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഉണ്ടല്ലോ, ചായയും വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസിന്റെ അളവിൽ എല്ലാം അളന്നിട്ടെടുക്കുക. 1/2 ഗ്ലാസ് വീതം. നിലക്കടലയൊക്കെ ദിവസം കഴിക്കുന്നത് നല്ലതാണ്. ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ശരീരത്തിലെ കൊഴുപ്പ് മാറ്റി രക്തത്തിലെ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറച്ച് നല്ല കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ നിലക്കടല കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. അപ്പൊ ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കൊപ്രയാണ്. ഉണക്കത്തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് ഒരു കൊപ്രയുടെ ഒരു പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ചെറുതായിട്ട് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഞാനിപ്പോ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ദാ കൊപ്ര ഇതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. കൊപ്ര ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ചെറുകിയെടുത്ത തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുത്താലും മതി. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കാം. ഇനി അതേ പാൻ തന്നെ എടുക്കാം. ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ആ നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉണക്കമുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം.
ഉണക്കമുന്തിരി നമുക്ക് ആരോഗ്യത്തിനൊക്കെ ഒരുപാട് നല്ലതാണ്. ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ദാ ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യിൽ നിന്നങ്ങ് കോരി മാറ്റാം. അപ്പോൾ ഉണക്കമുന്തിരിയൊക്കെ നമ്മൾ മാറ്റിയതിന് ശേഷം ബാക്കി വന്ന നെയ്യിൽ ഒരു 1/2 കപ്പ് നമ്മൾ എടുത്ത് വെച്ച ബദാം ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്യാം ബദാം ഇട്ടിട്ട്. ഇപ്പോൾ ബദാം ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ബദാമിൻ്റെ നിറമൊക്കെ ഇതുപോലെ ഒന്ന് മാറിക്കിട്ടണം. ഇനി ബാക്കിയുള്ളത് നമ്മൾ എടുത്ത് വെച്ചതെല്ലാം കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നിലക്കടലയും പിസ്തയും കശുവണ്ടിയും കൂടെ ഇട്ട് കൊടുക്കാം. അതും 1-2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച് വെച്ച കൊപ്രയാണ്. അത് മുഴുവനും അങ്ങിട്ട് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ കൊപ്ര ആയതുകൊണ്ട് ഒരുപാട് സമയമായിട്ട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കൊപ്ര ഉണ്ടെന്നുണ്ടെങ്കിൽ കൊപ്ര തന്നെ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിരകിയ തേങ്ങ റോസ്റ്റ് ചെയ്തെടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിരകിയ തേങ്ങ നല്ലതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതാ 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചതിൻ്റെ ചൂടൊക്കെ ഇതാ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്തെടുത്തതെല്ലാം കൂടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. നല്ലതുപോലെ ചൂട് മാറിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മൾ മുരിങ്ങയില വറുത്തെടുത്ത് അതിൻ്റെ ചൂട് മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചൂടും നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം മുരിങ്ങയില. ഇത് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് മാറ്റാം. അപ്പോൾ ആ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ തൊണ്ട് മാറ്റിയിട്ട് അതിൻ്റെ കുരു മാത്രം എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 8 ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. 10 ഒക്കെ എടുക്കാവുന്നതാണ്. കൊണ്ട് മാറ്റിയിട്ട് കുരു ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ചുക്കാണ് ഒന്ന് തല്ലി ചതച്ച് എടുത്തിട്ടുള്ളതാണ്. ഇടികല്ല് വെച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ചുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ചുക്ക് ഒഴിവാക്കാം. ബാക്കി ഏലക്ക മാത്രം വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. രണ്ടും വേണ്ടെന്നുണ്ടെങ്കിൽ രണ്ടും ഒഴിവാക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും ഏലക്കയും ചുക്കും ഒക്കെ ചേർക്കുമ്പോൾ. പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടും. അപ്പോൾ അതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് പൊടിച്ചിട്ട് എടുക്കുക. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ നട്ട്സ് എല്ലാം കുറച്ചായിട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലിട്ടിട്ട്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുഴുവൻ ഇടരുത്. പകുതി ഭാഗത്തോളം ഇട്ടതിന് ശേഷം ഇത് തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഫൈൻ പൗഡറായിട്ട് പൊടിക്കരുത്. അപ്പോൾ അതാ ഇതുപോലെ തരിതരിപ്പായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളോട് കൂടി പൊടിച്ചെടുക്കുക. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കുക. ലാസ്റ്റിൽ നമ്മൾ പൊടിക്കുന്നതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച മുരിങ്ങ ഇലയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അളന്നെടുത്തപ്പോൾ 1/2 കപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒന്ന് എല്ലാം കൂടിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ലാസ്റ്റിൽ നമ്മൾ മുരിങ്ങയില ചേർത്തതും കൂടി പൊടിച്ചത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്യാം. കൈ വെച്ചോ സ്പൂൺ വെച്ചോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്നെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയ ശരീരത്തിന് എപ്പോഴും ഊർജം നൽകുന്ന ഈന്തപ്പഴമാണ്. ഞാനിപ്പോൾ 1/2 കിലോ ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ 1/2 കിലോ അളവിൽ ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇരുമ്പിൻ്റെ അംശം ഈന്തപ്പഴത്തിൽ കൂടുതലാണ്. വിളർച്ച തടയാനും അതുപോലെ എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ നല്ലതാണ്. മലബന്ധം മാറുന്നതിനും അതുപോലെ തന്നെ രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെ ഈന്തപ്പഴം ദിവസം കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ കുരുവൊക്കെ ഒന്ന് എടുത്ത് മാറ്റുക എല്ലാത്തിൻ്റെയും. അപ്പോൾ ഈന്തപ്പഴം എല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഈന്തപ്പഴം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം നോക്കി വാങ്ങുക. ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ അരച്ചെടുത്ത ഈന്തപ്പഴവും ഉണക്കമുന്തിരിയും പൊടിച്ചെടുത്ത മിക്സിലേക്ക് അങ്ങിട്ട് കൊടുക്കുക. പൊടിച്ചു വെച്ചിരിക്കുന്ന മിക്സിലേക്ക് അങ്ങിടാം. നല്ല ഹെൽത്തിയാണ്. ഇതിൽ നമ്മൾ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഈന്തപ്പഴം വെച്ചിട്ടാണ് മധുരത്തിന് വേണ്ടിയിട്ട് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈന്തപ്പഴമായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഇപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഉണ്ട പിടിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് മുറുക്കി പിടിച്ചിട്ട് കുറച്ച് മിക്സ് എടുക്കുക. എത്രയാണോ നിങ്ങൾക്ക് വലുപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് ഉണ്ട ഉരുട്ടിയെടുക്കുക. ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഈന്തപ്പഴം കൂടി അരച്ച് ഇതിലേക്ക് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒരു രീതിക്ക് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിക്ക് ബാക്കിയെല്ലാം ഉരുട്ടിയെടുക്കുക.
വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മുരിങ്ങയില വെച്ചിട്ടുള്ള പ്രോട്ടീൻ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ മുരിങ്ങയിലയുടെ ആ ചവർപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒരെണ്ണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്ന അസുഖങ്ങളെല്ലാം തടയാനും മുടി വളരാനും മുഖം തിളങ്ങാനും ഒക്കെ ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ ഒരുപാട് അസുഖങ്ങൾ കുറയുന്നതിനും ഒക്കെ നല്ലതാണ് ഈ മുരിങ്ങയില വെച്ചിട്ടുള്ള പ്രോട്ടീൻ ലഡു. അപ്പം മധുരം ഒന്നും ചേർക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില വെച്ചിട്ടുള്ള ലഡു ഒരു പ്രാവശ്യം നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് കുറേ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ലഡു തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്